8-10 വീടുണ്ട്. ഒരു വീട്ടിലും ചെറുപ്പക്കാരും. എൻ്റെ പ്രായം, എനിക്ക് 10-40 വയസ്സായി. എൻ്റെ പ്രായമായുള്ള ഒരു പോലും ഇല്ല. എല്ലാവരും പോയി. എൻ്റെ തലപ്പഴിക്കട എല്ലാവരും വിട്ട് പോയി പുറത്തോട്ട്. കാരണം ഇവിടെ രക്ഷയൊന്നുമില്ല. ഈ സൈസ് സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ ആ പാട്ടിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അവർക്ക് നിന്ന് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും മാറാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇനി അത് നടക്കുമോ? അവിടെ കിടക്കുകയുള്ളൂ. ചേട്ടാ, കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷികളെല്ലാം പരാജയത്തിലേക്കാണ്. അപ്പം പുതിയ തലമുറയെല്ലാം നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കരിങ്കൽ കോറികളും ഫ്ലൈവുഡ് കമ്പനികളും നമ്മുടെ നാട്ടിൽ ഇടം പിടിക്കുകയാണ്. വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചേട്ടാ നമസ്കാരം, പേരെങ്ങനെയാ? മാത്യു, ഭരണങ്ങാനം പഞ്ചായത്ത് അല്ലേ? എന്താ നാട്ടിലെ പ്രശ്നം? ഇവിടെ ഈ ഫ്ലൈവുഡ് കമ്പനി വന്നേ പിന്നെ ഈ ഞായറാഴ്ച ദിവസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ കള്ളു അടിച്ചു വഴിയിലിടണം. വഴിയിരുന്ന വണ്ടി ഓണടിച്ചാൽ പോലും മാറത്തില്ല. എത്ര പേര് കാണുക? അത് 200 പണിക്കാരുണ്ടെന്നാണ്. അതിനകത്ത് ഒരു 19 എണ്ണം എപ്പോഴും വഴി കാണും ഞായറാഴ്ച ദിവസങ്ങളും. ഞായറാഴ്ച പ്രത്യേകം. പിന്നെ കള്ള് കച്ചവടം, കഞ്ചാവ് എല്ലാ ഇതുമുണ്ട്. ഭയങ്കര ശല്യമാണ്. പിന്നെ പുക, മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മഞ്ഞ് പോലെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇവിടെ ആദ്യ ആൾക്കാർ ഓർത്തത് കോടമഞ്ഞാന്ന് പറഞ്ഞത്. സംഗതി ഇതിന് പൊങ്ങാതെ താന്ന് നിൽക്കുക. അതുപോലെ തന്നെ വെള്ളം ഇവിടുന്ന് പോകുന്ന മീനച്ചിലാറ്റിലോട്ട് പോകുന്ന ഇത് തോട് വഴി, അതിൻ്റെ അകത്തോട്ട് വേസ്റ്റ് വെള്ളം മുഴുവൻ വരും. ഇന്നാളെ ഞങ്ങളത് ഒരു വീഡിയോ എടുത്തിട്ടതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചായത്തുകാർ വന്ന് പറഞ്ഞ് പിന്നെ വെള്ളം വരുന്നില്ലായിരുന്നു. പിന്നെ മഴ പെയ്യുമ്പം വെള്ളം വന്ന് ഭയങ്കര മണം. അതുപോലെ തന്നെ യുവന്മാർ വഴിയിലിറങ്ങിയിട്ട് അവിടെ വന്ന് മൂത്രം ഒഴിക്കുക. ആ ഫാക്ടറി പിന്നെ കൂടെ ബൈക്കേ പോകത്തില്ല, പിള്ളേർക്കും പോകത്തില്ല. ഭയങ്കര നാറ്റമാണ്. അതുപോലെ തന്നെ പിള്ളേർ ഒന്നും വഴികൂടെ ഇറങ്ങി നടക്കില്ല, കാരണം പേടിയാ. അല്ലെ പിള്ളേർ, എൻ്റെ പിള്ളേരൊക്കെയാണ് ഇത് സൈക്കിൾ കയറുന്നത്. ഇപ്പോൾ അവരാരും ഇറങ്ങി പോകുകയില്ല. ഇവന്മാർ ഇങ്ങനെ വഴികൂടെ നടക്കുമല്ലോ. പിള്ളേർക്ക് പേടിയല്ലേ? ഒത്തിരി എണ്ണമില്ലേ. അതെല്ലാം ചെറുപ്പക്കാരാണ്. ഇവിടുന്ന് വരുന്നു, അത് ഒരു ദിവസം രാത്രി വന്നാൽ പിറ്റേ ദിവസം പോകുമാർ. അവിടെ തന്നെ സാധനം അടിച്ചുകൊണ്ട് പോവുക, കത്തിക്കുത്ത്. ഈ കഴിഞ്ഞിടയിൽ അവിടെ കത്തിക്കുത്തുണ്ടായിരുന്നു. അതെല്ലേ? അവിടുത്തെ സാധനം തന്നെ അടിച്ചുകൊണ്ട് രാത്രിക്ക് ഇറങ്ങി പോവുക. ഇവന്മാർ വരുന്ന ഒരു പേപ്പറോ ഇവർക്കൊന്നും അറിയത്തില്ല എവിടുന്ന് വരുന്നതാണെന്ന്. ഒരു രേഖയില്ല. വരുന്നു, രാത്രി വന്ന് ഓട്ടോറിക്ഷ വരുന്നു. വെളുപ്പിനെ 3 മണിക്ക് ഒരു 5-6 ഓട്ടോറിക്ഷ വരുന്നതാണ്. ആ ഓട്ടോറിക്ഷ വരുന്നു, ഇവരെ കൊണ്ട് ചാടിച്ചു വിടുന്നു, അവർ പോകുന്നു. പിന്നെ ചിലപ്പോൾ ട്രാവലർ വരും. അത് ഒരാഴ്ച നിന്ന് കഴിയുമ്പോൾ അമ്മമാർ ഇത്ര ഉള്ളിലായതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അമ്മരെല്ലാം കൂടെ ഒറ്റപ്പോക്ക് പോകും. ഈ ആരാ വരുന്നത്, ആരാ പോകുന്നത്, കണ്ട ആളുകളല്ല പിന്നെ കാണുന്നത്. ഒരാഴ്ച 2 ആഴ്ച കൂടുതൽ നിൽക്കുകയില്ല. ചിലപ്പോൾ എല്ലാം കൂടെ പോകും. ആ പോകുന്ന വഴിക്ക് കിട്ടുന്നതൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇവന്മാരെ എവിടെയൊക്കെ എന്നൊക്കെ വൃത്തിയോട് ചെയ്ത് വെച്ചാൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പൊടിയുടെ ശല്യം ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ടോന്നോ, പൊടിയും പുകയും ഭയങ്കര പുകയാണ്. രാവിലെ മൊത്തം നല്ല നമ്മുടെ മൂന്നാറിലൊക്കെ ചെല്ലുന്ന കാലാവസ്ഥ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഫുൾ ടൈം. ഞായറാഴ്ച മാത്രമില്ല, ബാക്കി എല്ലാ ദിവസവും 24 മണിക്കൂറുമാണ്. ടാങ്കർ ലോറിക്ക് ഒരു ലോഡ് ആഴ്ചയിൽ ഓയിൽ വരുന്നത് ഇവിടെ കത്തിക്കാൻ. ഈ ഓയിൽ കത്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു രാവിലെ ആകുമ്പോഴൊക്കെ ശ്വാസം മുട്ടലാണ്. ഈ ഓയിലിവിടെ കത്തിച്ച് ഇവിടെ സാധാരണ ഫാക്ടറിക്ക് പെരുമ്പാവൂരൊക്കെ ആണെങ്കിൽ വിറക് കത്തിച്ച് ഓയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ഇത് ടാങ്കർ ലോറിക്ക് ഓരോ ലോഡാണ്. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വെളുക്കുന്നതിന് മുമ്പേ ലോഡ് വരും. അതിവിടെ ഇറക്കിയിട്ട് അതാണ് കത്തിക്കുന്നത്. ഇവിടെ ഒരു പ്രാവശ്യം പൊട്ടിത്തെറിച്ച് ഒരുത്തനാണ്ട് ജാഗറാവുകയോ അവരെയൊക്കെ കാശ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന അറിയാം. പിന്നെ ഒന്നും അറിയത്തില്ല ആർക്കും. തീപിടുത്തം ഉണ്ടായെന്ന് കിട്ടും മുകളിൽ മലയിൽ. അവിടെ മുഴുവൻ തീ പിടിച്ചു. അത് പിന്നെ എങ്ങനെയോ ആൾക്കാരെല്ലാം കൂടെ കൂടി തല്ലിക്കെടുത്തി. ഇവിടുന്ന് തീ പൊങ്ങിയതാണോ? ഈ പോക്കോഴിയിൽ നിന്നല്ല, അവർ വേസ്റ്റിട്ട് കത്തിച്ചതാണ്. ഇവിടെ വന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 72 വയസ്സായി. ഇപ്പം രാവിലെയൊക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് ഏറ്റാൽ ഈ നമുക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റില്ല. ബ്രീത്തിങ് ബുദ്ധിമുട്ടുണ്ടല്ലേ? ശ്വാസം മുട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപടി മരുന്ന് ഉണ്ട്. നമ്മളെല്ലാം മരുന്ന് കഴിക്കുന്ന ആളാണ്. ഇതോടെ ഉണ്ട് ശ്വാസം മുട്ടിനുള്ള. എന്താ ഇത് നിർത്തണം എന്നാണ് അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞാൽ ഒരാരും അംഗീകരിക്കുകയല്ലോ. ഇതിപ്പം വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ തീപ്പെട്ടി കമ്പനിയാണെന്നും പറഞ്ഞാൽ ഇത് ഇവിടെ വന്നത്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഈ ഷെഡും തീർന്ന് മെഷീനറി വന്നപ്പോഴാണ് ഇത് പ്ലൈവുഡ് കമ്പനിയാണെന്നുള്ളത് അറിയുന്നത്. നാട്ടുകാരുടെ NOC ആരോട് NOC മേടിക്കാൻ? നാട്ടുകാരോട് ആരോട് ഒപ്പീനിയൻ ചോദിക്കാതെയാണ്. പഞ്ചായത്ത് മെമ്പറൊക്കെ കാശ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോയി ആ കൃത്യസമയത്തിന് ആ പിരിവ് മേടിക്കാൻ ചെല്ലും. അതെല്ലേ? അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോയി വർത്തമാനം പറഞ്ഞാൽ സന്ധ്യ ആകുമ്പം
ചുമ്മാ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലാതെ നമുക്ക് സമയമില്ലാത്തപ്പോൾ സമയമുള്ളപ്പോൾ ഞങ്ങളവിടെ പോയി വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാറുമില്ല. എന്ന് വെച്ചാൽ അവിടെ ആ വേസ്റ്റ് വെള്ളം വരുന്ന മണം കാരണം അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ആരോഗ്യവകുപ്പ് ഒന്ന് നോക്കാനാണ്, ഈ മലമ്പനി അങ്ങനത്തെ ഉണ്ടോ നോക്കാൻ വേണ്ടി പാതിരായിയാണ് കൂട്ട് ഇടപാടാണ്. ഇന്നാളെ ഞങ്ങൾ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ 2 ഫാക്ടറി അതിൻ്റെ ഉള്ളിൽ. അപ്പം ഫസ്റ്റ് ഫാക്ടറി തുടങ്ങിയത് അറിഞ്ഞു മെമ്പർ, പിന്നത്തെ ഫാക്ടറി അറിഞ്ഞു മെമ്പർമാർ പോലും അറിഞ്ഞിട്ടില്ലെന്ന്. എന്നാ ഇടപാടാണ് നടക്കുന്നത്, 2 ഫാക്ടറി ഉണ്ടെന്ന് അവരറിഞ്ഞില്ല, പഞ്ചായത്തിൽ അറിഞ്ഞിട്ടില്ല. പഞ്ചായത്തുകാർക്ക് കാശ് കൊടുത്ത് പഞ്ചായത്തുകാരുടെ അവാർഡും ഒക്കെ മേടിച്ചു. ഇടപാടല്ലേ എല്ലായിടത്തും ഇത് തന്നെ സ്ഥിതി. പഞ്ചായത്തുകാർ പൈസ കൊടുത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കാശ് വീടുകളിൽ ചെല്ലില്ലേ. ആദ്യം പാറമട ഇവിടെ തന്നെ ഇവിടം വരെ പാറമട മൊത്തം മേടിച്ചിട്ടേക്കും. അതാരം മേടിച്ചേക്കുന്നത് അതുപോലെ ഈ ഫാക്ടറി തൊട്ടപ്പുറ പാറമടക്കാർ അത് കടന്ന് നടത്തില്ല. അല്ല ഇപ്പൊ അവിടെ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ഇവിടെയല്ലേ ഇല്ലിക്കമ്മയുടെ തൊട്ടടുത്തല്ലേ? അതിനടുത്ത ഇവിടെ ഈ നമ്മുടെ ഗവൺമെന്റ് തൊട്ടപ്പുറം വരെ ഇവിടെ 100-150 ഏക്കർ മേടിച്ചിട്ടേക്കും. 150 ഏക്കർ ഇതുപോലെ ഈ മലയിൽ അവിടെ ഒരു 150 ഏക്കർ, അതും 15 അവിടെ ഇവിടെയൊക്കെ എന്ത് ആൾക്കാരുണ്ടായിരുന്ന അറിയോ? മുഴുവൻ ആൾക്കാരും ഇവിടെ ഏത് ബസ് വന്നാലും ഒരു 10 പേര് കയറാനില്ലാത്ത സമയത്തോടെ 3-4 ഇപ്പോഴും ഉണ്ടായിരുന്നു. ആ രീതിക്ക് ആളുള്ളതാ. റോഡാണെങ്കിൽ പൊളിഞ്ഞ് കിടക്കാൻ ഒത്തിരി നാളായി. പക്ഷേ അത് അമ്മമാർ ടിപ്പർ റോഡിൽ പോയതാ. അത് കഴിഞ്ഞിട്ട് അനങ്ങാ 2 വർഷമായിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പം അവിടെ പാറമടയ്ക്ക് പിന്നെയും ക്രഷർ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിട്ട് തുടങ്ങി ക്രഷർ. എത്ര നാളായി പാറമട തുടങ്ങിയിട്ട്? പാറമട ഇടയ്ക്ക് നിന്നും ഉണ്ടായിരുന്നു. അന്നേരം ഈ വഴിയെല്ലാം പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയപ്പം വഴി വീതി കൂട്ടി അവിടെ വരെ. ഈ പാറമട ഭരണങ്ങാനം പഞ്ചായത്തിൽ പെട്ടതാണോ? എല്ലാം ഭരണങ്ങാനം പഞ്ചായത്തിലാണ്. വികസനമല്ലേ ഇങ്ങനെ ഭയങ്കര വികസനം കാണുന്നത്. വ്യവസായിക വകുപ്പിന് നേരിട്ട് അത് മേടിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുകളിൽ നിന്ന് അവർ പാറ പൊട്ടിക്കാൻ അനുവാദം കൊടുത്തു അവരെന്നെ ചെയ്യാനാ. ഇവിടെ ഇപ്പം ഈ പാറവട്ടം കൃഷ്ണൻ നടക്കുന്നത് കിടങ്ങൂർ ലൂർദമാതായോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്ന വീട്ടുകാരൻ മോനായി എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ്. അയാൾ ഈ മലബാറിലെങ്ങാട്ടൊരു വലിയ കോറിയും ഇതുണ്ടായിരുന്നു. അത് വിറ്റഴിച്ചിട്ട് വന്നാൽ ഇവിടെ ഈ ഇവിടെ മുതൽ അങ്ങോട്ട് 2-3 കിലോമീറ്റർ ദൂരം മേടിച്ചിരിക്കുന്നത്. പാറമട കൊണ്ടും ഫ്ലൈവുഡ് കമ്പനി കൊണ്ടും ഈ ഫർണിങ്ങാൻ എന്ന് പറഞ്ഞ ഈ ഭൂപ്രകൃതി മൊത്തം നശിപ്പിക്കാനുള്ള രീതിയല്ലേ? അതുതന്നെയല്ലേ ഇവിടെ മനുഷ്യനിങ്ങോട്ട് വരില്ല. ഇവിടെ ഉള്ളവർ തന്നെ ഓടി. ഇപ്പം നമുക്കൊക്കെ ഒന്നും വിട്ടിട്ട് പോകാനും പറ്റിയില്ല. 5 സെന്റ് 10 സെന്റ് ഉള്ളവൻ എന്തെങ്കിലും കാണിച്ച് ഉപേക്ഷിച്ചാലും പോവാം. നമുക്ക് ഇതിട്ടിട്ട് അവിടെ പോകാനാ. ഒരു സ്വന്തക്കാർക്ക് അവരുടെ നാട്ടിലേക്ക് വരാൻ പേടിയായിരിക്കും. ഒരു മനുഷ്യൻ ഇവിടെ ഇനി ഈ തലപ്പലം പഞ്ചായത്തിലോ പനങ്ങാനം പഞ്ചായത്തിലോ 1 സെന്റ് സ്ഥലം ഒരുത്തരും വിൽക്കാൻ പറ്റില്ല. കാരണം ഇത് ആരിലും വരും, അറിഞ്ഞോണ്ട് ആരിലും പോയി അതിൻ്റെ അകത്ത് പോയി ആരും വരികേട്ടാ. നമ്മളെ താഴെ ചുമ്മാ കൊടുക്കാന്ന് പറഞ്ഞാലും താമസിക്കാണ്ട് വരികയില്ല. തലപ്പലം പഞ്ചായത്തിൽ ഫാക്ടറി തുടങ്ങുന്നത് തൊട്ടപ്പുറം 2 പ്ലോട്ട് വിൽക്കാനിട്ടിരുന്ന ഒരു പുള്ളി ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം പുള്ളിക്ക് എന്താ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ആ പുള്ളി അത് അങ്ങോട്ട് കിടക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ഫ്രണ്ടിലാണ് പ്ലൈവുഡ് ഫാക്ടറിക്കാർ മേടിച്ചിട്ടേക്കുന്നത്. പിന്നെ ഈ അവിടെ ജീവിക്കുക നടക്കില്ല. ഇടത്തേക്കാരൻ്റെ കാര്യം ഇവിടെ ഇപ്പോൾ ഒരു ഈ ഇവരുടെ വണ്ടി ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു സ്കൂട്ടറെ പോലും ഒരു മനുഷ്യനിലെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പുറം വീട്ടിലെ ചേട്ടൻ പറഞ്ഞു പിള്ളേരെ അവരുടെ റോട്ടിൽ ഇറങ്ങി പോകാനും മുറ്റത്ത് ഇറങ്ങാൻ അവരുടെ പേടിയാന്ന് പറഞ്ഞു. ഇവിടെ നേരത്തെ ഇവിടെ ഇടയ്ക്ക് നിരോധനം വരുന്നതിന് മുമ്പ് 50 വണ്ടി എമ്മിറ്റായിരുന്നു ഒറ്റ ട്രിപ്പിനിങ്ങനെ വരുന്നത്. 50 ടോറസ് ഒരുമിച്ച് ലോഡ് കയറ്റി വന്നാൽ പിന്നെ അവിടെ ഒരു വണ്ടി അങ്ങനെ പോകും. ഒന്നാമത് ഈ റോഡിൽ ടോറസ് ഓടാനുള്ള ഇതില്ല. ഞാൻ 19 കൊല്ലം തടിക്കച്ചവടം ചെയ്ത ആളാണ്. ഈ ഒരു വണ്ടി എങ്ങനെ പോകാം, ഇതിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഏതാണ്ടൊക്കെ നമുക്ക് ഞാനിവിടെ ഈ വഴി പോലും നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയ പറമ്പിൽ അങ്ങേറ്റം വരെ വഴിയേ പോകത്തില്ല. കാരണം വെച്ചാൽ വണ്ടിക്കാർ വന്നേച്ച് യുവന്മാരിങ്ങനെ വന്നേച്ച് എയറോണും അടിച്ച് നമുക്കൊരു തരത്തിലും ഒന്നാമത് എനിക്ക് വടികുത്തി നടക്കുന്നത്. നമുക്കിതൊന്ന് സൈഡ് മാറാൻ പോലും പറ്റില്ല. സൈഡെല്ലാം വലിയ നമുക്കോട്ട് കുഴിയാണ്. അതിനകത്തൂടെ എങ്ങനെ നമ്മളെങ്ങോട്ട് മാറും?